ഇന്ന് നമ്മൾ കറക്കത്തിന്റെ കൂടെ ഒന്ന് കറങ്ങാൻ വേണ്ടി പോവാണ്. കുറ്റ്യാടിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ KSRTC പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറ്റ്യാടി ബസ് ഇറങ്ങി അവിടുന്ന് നേരെ തൊട്ടിൽപ്പാലത്തേക്കുള്ള ബസ് മാറി കയറി അവിടുന്ന് പിന്നെ ജീപ്പിലാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകേണ്ടത്. പ്രോപ്പർട്ടിന്റെ ടീം തന്നെ നമുക്ക് ജീപ്പ് സർവീസും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി നേരെ തിങ്ങി നടന്ന് ജീപ്പിലേക്ക് കയറി പിന്നെ നേരെ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകാണ്. അങ്ങനെ ജീപ്പിൽ എല്ലാവരും പ്രോപ്പർട്ടിന്റെ മെയിൻ ഗേറ്റിന്റെ ഫ്രണ്ടിലായിട്ട് ഡ്രോപ്പ് ചെയ്തു. ഇവിടെ നിന്ന് നമ്മൾ നടന്ന് കയറണം. അത്യാവശ്യം കുറച്ച് നടക്കാണ്ടെന്ന് പറഞ്ഞു. ഒരു സോഫ്റ്റ് ട്രക്ക് പോലെ അങ്ങനെ നടന്നു തുടങ്ങി. എത്ര നേരമായി നടന്നു കയറാൻ പറ്റുമോ? ഫുള്ള് കയറുമോ? എത്ര പെട്ടെന്ന് എന്താ അയച്ചു തുടങ്ങി ആദ്യം? ഇല്ലടാ, അങ്ങനെയൊന്നുമില്ല. ഉഷാറാണ്. ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഓക്കെയാണ്. ഏകദേശം 8 കിലോമീറ്റർ വെള്ളമുള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. 8 കിലോമീറ്ററോ? 2 വളം കഴിഞ്ഞൊരു കുപ്പി വെള്ളം കഴിഞ്ഞു. പിന്നെ ഇങ്ങനെ നടന്ന് കുറെ ചെളിയും കാര്യങ്ങളും കാടും മലയും അതുപോലെ തന്നെ പോകുന്ന വഴിക്കൊക്കെ നല്ല ഭംഗിയുള്ള ഓരോരോ സ്ഥലങ്ങളുണ്ട്. അത്യാവശ്യം നടക്കാനുണ്ടെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ ക്ഷീണിച്ചിട്ട് തന്നെയാണ്. അങ്ങനെ ഓരോ സ്ഥലത്തു നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് മെല്ലെ 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 നടന്ന് കയറി ഏകദേശം ഒരു കുന്നിന്റെ മുകളിലെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ നേരത്തെ നടത്തത്തിന് ശേഷം സോഫ്റ്റ് ട്രക്കിന് ശേഷം നമ്മൾ പ്രോപ്പർട്ടിയിൽ എത്തിയിരിക്കുകയാണ്. അകത്തേക്ക് കയറിയപ്പം റൂമുണ്ട്, അതുപോലെ തന്നെ 2 ഹാള് പോലത്തെ സ്പേസ് വരുന്നുണ്ട്. അവിടെ എല്ലാം ചെറിയ ചെറിയ കട്ടിലിട്ടിട്ടുണ്ട്. പിന്നെ ഇരിക്കാനുള്ള സ്പേസ്, ചെറിയൊരു സ്റ്റോറേജ് സ്പേസ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഏറ്റവും നന്നായിട്ട് എനിക്ക് തോന്നിയത് അത്രയ്ക്കും നല്ല ക്ലീൻ ആയിരുന്നു. അതായത് അവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് ക്ലീൻ ആക്കി നല്ല ഭംഗിയോടുകൂടി തന്നെ അവരുടെ പ്രോപ്പർട്ടി അവർ സൂക്ഷിക്കുന്നുണ്ട്. അപ്പം അത് കയറി വരുന്ന എല്ലാവർക്കും ഒരു ഫസ്റ്റ് ലുക്കിൽ നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. അപ്പം വന്ന എല്ലാവർക്കും നല്ല രീതിക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ബാത്റൂമും അവിടേക്കുള്ള ഏരിയാസും എല്ലാം നല്ല വൃത്തിയിൽ തന്നെ അവർ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 110 ഏക്കറിന്റെ ടോട്ടൽ പ്രോപ്പർട്ടി. അപ്പോൾ അതിന്റെ ഏകദേശം സെൻട്രലായിട്ടാണ് ഈ ഒരു സ്റ്റേ കാര്യങ്ങളെല്ലാം വരുന്നത്. പിന്നെ എല്ലാവരും ഫ്രഷ് ആയതിനു ശേഷം ഒരു വാട്ടർഫാളിലേക്ക് പോവാണ്. അപ്പം നേരത്തെ നമ്മൾ കയറിയ ജീപ്പാൻ തന്നെ വന്നത്, മൂപ്പര് വന്നു, എല്ലാവരും പിക്ക് ചെയ്ത് നേരെ വാട്ടർഫാളിലേക്ക് പോവാണ്. കാണാൻ കുറച്ച് കുഞ്ഞാണെങ്കിലും വാട്ടർഫോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങി വെള്ളത്തിൽ കളിക്കലും കുളിക്കലായിട്ട് അങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ക്യാമ്പിൽ തിരിച്ചെത്തി അവർ ക്യാമ്പ് ഫയർ കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഓരോ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു. ബാഹുബലിയും കട്ടപ്പയും തകർത്ത് അഭിനയിച്ചു. വന്ന എല്ലാവർക്കും പോലെ പെർഫോമൻസ് കണ്ട് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ ഫിദന്റെ ഭാഗം ഒരു മെലോഡിക്കോ പ്ലേ ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റിലേക്ക് ആയപ്പോൾ ആസിയും എല്ലാവരും കൂടി ചേർന്നിട്ട് ഫുൾ പാട്ടും പരിപാടികളായിട്ട് അങ്ങനെ പോയി. കുറച്ചു നേരം ഉറങ്ങാൻ പറ്റുള്ളൂ. പിന്നെ രാവിലെ എണീറ്റ് നോക്കിയപ്പം എന്താ പറയാ, ഏകദേശം പുറത്തേക്ക് നല്ല കോട അങ്ങനെ പോകുന്നുണ്ട്. എപ്പോഴോ മഴ പെയ്തിട്ടുണ്ടായിരുന്നു, നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. പിന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പ്രിപ്പയർ ആയി വരികയാണ്. കാരണം ട്രക്കിംഗ് ഉണ്ട്. അപ്പൊ ഈ സമയത്ത് അടിപൊളിയായിരിക്കും തന്നെ. അങ്ങനെ എല്ലാവരും കൂടി നേരെ ട്രക്കിങ്ങിന് അങ്ങോട്ട് പുറപ്പെട്ടു. അത്യാവശ്യം നല്ല ദൂരമുണ്ട് ട്രക്കിങ്, 4-5 കിലോമീറ്റർ ഉണ്ടായിരുന്നു. എല്ലാവരും റെയിൻകോട്ട് കാര്യങ്ങളെല്ലാം കരുതിയിട്ടാണ് പോയത്. പെട്ടെന്ന് മഴ എങ്ങാനും പെയ്യാണെങ്കിലോ. അതുപോലെ തന്നെ പോണ വഴിക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് 1-2 സ്പോട്ട് ഉണ്ടാവും, അവിടെ കുറച്ചേരി ഇരിക്കാം, അങ്ങനെ പോവാന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഓരോ സ്ഥലത്തെപ്പോഴും കാഴ്ചകൾ ഇങ്ങനെ ഭംഗി കൂടിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ 5 കിലോമീറ്റർ ഉണ്ടെന്നാണ് കേട്ടത്. ഇതുപോലത്തെ റെസ്റ്റ് പ്ലേസ് ഉണ്ടാകുമ്പോൾ കുഴപ്പമില്ല.
പിന്നെ അതുപോലെ തന്നെ കാണാൻ അടിപൊളിയാണ്. ഇനിയും താഴോട്ട് കാണാൻ നല്ല രസം. രസമുണ്ട്. നമുക്ക് ഇനിയും കുറേ പോകാല്ലേ മുകളിലേക്ക്? അഞ്ഞ് കയറി പോവാണ്ട് അങ്ങോട്ട് ഇങ്ങനെ കയറി പോവാൻ ക്ഷീണമൊന്നുമില്ലല്ലോ അല്ലേ? സെറ്റല്ലേ? തല്ലി മറിക്കും. പിന്നെ നമ്മുടെ ഫസ്റ്റ് സ്പോട്ടിലെത്തി. ഇവിടുന്ന് പിന്നെ ഇറങ്ങിയിട്ട് താഴേക്ക് കയറാണ്ട് അവർ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ നമ്മുടെ മെയിൻ സ്പോട്ടിലെത്തി. ഇവിടെ വേറെ തന്നെ വ്യൂ ആയിരുന്നു. നമുക്കങ്ങനെ ഒരുപാട് നേരം ഇരിക്കാൻ തോന്നും. പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്ന സമയത്ത് നല്ല ക്ലിയർ സ്കൈ ആയിരുന്നു. അതിനോട് സ്ഥലങ്ങൾ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് കാണാൻ പറ്റി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ്ലി കോടാണ് സ്ഥലം. നമ്മൾ മൊത്തത്തിൽ കണ്ടിരുന്ന സ്ഥലങ്ങളെല്ലാം കോടനെ കൊണ്ട് അങ്ങോട്ട് കവറായിപ്പോയി. വേറെ തന്നെ മൂഡ്. കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയും പെയ്തു. പിന്നെ നമ്മൾ താഴേക്ക് എത്തി. അങ്ങനെ താഴെത്തി ഫ്രഷപ്പായി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് കുറച്ച് നേരം കൂടി അവിടെ സ്പെൻഡ് ചെയ്ത് പിന്നെ എല്ലാവരും കൂടി കൂടിയിരുന്ന് കുറച്ച് നേരം സംസാരിച്ച് ലാസ്റ്റ് നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ എന്താ പറയുക, വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമ്പായിരുന്നു. കറക്കം തുടരും. ഇനിയും ഇതുപോലത്തെ ക്യാമ്പുകളിൽ ഭാഗമാകാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ അടുത്തൊരു ക്യാമ്പിൽ കണ്ടുമുട്ടെന്ന് പ്രതീക്ഷിക്കുന്നു.